മധൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രമാണിത്. ഭഗവാന്റെ തിരുസന്നിധി. ജനങ്ങൾ നേരെ ശിവഭഗവാനാണുള്ളത്. മഹാഗണപതിയുമുണ്ട്, അയ്യപ്പസ്വാമിയുണ്ട്, മഹാദേവിയുണ്ട്, സുബ്രഹ്മണ്യസ്വാമിയുണ്ട്. ഏറ്റവും മുഖ്യത്വം ഇവിടെ മഹാഗണപതിക്കാണ്. അതിമനോഹരമായി ഇപ്പോൾ പുനർനിർമ്മിച്ചിരിക്കുകയാണ് ക്ഷേത്രം. ആദ്യം ഇങ്ങനെ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ വളരെ മനോഹരമായിരിക്കുന്നു. കാശി വിശ്വനാഥൻ്റെ സന്നിധിയാണ്. ഇവിടെ തൊഴുതാൽ കാശിയിൽ പോയതിന് തുല്യമാണ് എന്നാണ് പറയുന്നത്. സന്നിധി പൊതുവെ അടഞ്ഞിരിക്കുകയാണ്. മഹാദേവായ ഓം നമ ശിവായ, 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 നമ ശിവായ, നമ ശിവായ. ഗണപതി സന്നിധിയാണിത്. ഗണപതി ഭഗവാന്റെ ഇവിടെയാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ള സന്നിധി. സപ്തമാതൃക്കൾ, അയ്യപ്പസ്വാമി, ക്ഷേത്ര ഗോപുരം അതിമനോഹരമായിട്ട് അർദ്ധവൃത്താകൃതിയിൽ നിർമ്മിച്ചിരിക്കുകയാണ്. ഓം ഭഗവതി വാസുദേവായ, ഓം ശ്രീ മഹാദേവായ നമ. വന്ദേ ശംഭുമാപതിം സുരഗുരും, വന്ദേ ജഗൽകാരണം, വന്ദേ പന്നഗഭൂഷണം ജമകരം, വന്ദേ പശൂനാംബതി, വന്ദേ സൂര്യശശാങ്ക വഹ്നിനയനം, വന്ദേ മുകുന്ദപ്രിയം, വന്ദേ ഭക്തജനാശ്രയം ജവരദം, വന്ദേ ശിവം ശങ്കരം, വന്ദേ ശിവം ശങ്കരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗജാനനം ഭൂതഗണാതിസേവിതം, കപിത്തജംബൂഫലസാലഭക്ഷിതം, ഉമാസുതം ശോക വിനാശകാരണം, നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഓം തത്സത്. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ, ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. പ്രത്യേകമായിട്ട് പൂജ നടത്തുന്ന സ്ഥലമാണിത്. ആൾക്കാരെ വെച്ച് അർച്ചന ചെയ്യും. മഹാദേവിയുടെ സന്നിധിയാണ്. ദുർഗാദേവി, ദുർഗാ പരമേശ്വരി, അമ്മേ മഹാമായി സർവേശ്വരി. സുബ്രഹ്മണ്യസ്വാമിയുടെ സന്നിധി, പ്രസാദം നൽകുന്ന ഇടം ഒക്കെയാണ് കാണുന്നത്. ഓം നമോ ഭഗവതി വാസുദേവായ, ഓം ശ്രീകൃഷ്ണ പരമാത്മനേ. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം. പൂജാപ്രസാദങ്ങൾ വാങ്ങാൻ ഏറെ തിരക്കുണ്ട്. സാധാരണ പ്രസാദം വാങ്ങാൻ അത്ര തിരക്കില്ല. അപ്പമാണ് കൊട്ടാരക്കര ഗണപതി മാതിരി മധൂർ ഗണപതി സ്വാമിക്കും ഏറ്റവും മുഖ്യമായിട്ടുള്ള നിവേദ്യം അപ്പമാണ്. ഓം നമോ ഭഗവതി. ബില്ല് അപ്പുറത്ത് നിന്ന് മുറിച്ച് ഇവിടെ ഹംസരൂപി മഹാദേവനുമുണ്ട്. കിണറുണ്ട്. അതിമനോഹരമാണ് സന്നിധിയാണ്. പ്രസാദത്തിനായി കാത്തു നിൽക്കുന്ന ജനങ്ങളുടെ ക്യൂ ആണ് കാണുന്നത്. കൊടിമരം, അഗ്രശാല, തിടപ്പള്ളി. ശിവായ, ഓം നമ ശിവായ. പുറത്ത് ഒഴുകുന്ന നദിയുമുണ്ട്, കുളവുമുണ്ട്. പച്ചപ്പ് നിറഞ്ഞ അതിമനോഹരമായ ചുറ്റുപാടാണ്. ഭഗവതി കൂട്ടുപുരയുണ്ട്. പ്രസാദ ഭോജനം ഉച്ചയ്ക്ക് 12 മണി മുതൽ ഉണ്ടാകുമായിരുന്നു. ടോയ്ലറ്റ് അതിമനോഹരമായി കെട്ടിയിരിക്കുന്നു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ. ആകെ മൊത്തത്തിൽ മധൂർ ക്ഷേത്രത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറിയിരിക്കുകയാണ്. ഓം ശ്രീ മഹാഗണാധിപതയേ നമഃ. ഓം ശ്രീ മഹാഗണാധിപതയേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. ക്ഷേത്രത്തിൻ്റെ 2 ഭാഗത്തും കുളമാണ്.
പുറത്തു നിന്നും ശ്രീ ഗണപതി സന്നിധി തൊഴാനുള്ള സൗകര്യം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതാണ് ശ്രീ ഗണപതി സന്നിധി. ഇതൊരു ഭാഗത്തുള്ള കവാടമാണ്. 2000 പോലെ ഇവിടെ കുറേ 4 വർഷമുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ഞായറാഴ്ചയും വരുന്ന ഒരു ക്ഷേത്രമായിരുന്നു ഇത്. അതിൽ നിന്ന് ഇപ്പോൾ ക്ഷേത്രം ഏറെ പുരോഗമിച്ചിരിക്കുന്നു. അതിമനോഹരമായി നടപ്പന്തലൊക്കെ വളരെയേറെ നവീകരണ പ്രവൃത്തികൾ ചെയ്ത് കുംഭാഭിഷേകമൊക്കെ ചെയ്തിരിക്കുകയാണ്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഇതാണ് പ്രവേശന കവാടം. അതിമനോഹരമായിരിക്കുന്നു. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ. ഓം നമോ ഭഗവതി വാസുദേവായ.